ഹായ്, കുളിയൊക്കെ കഴിഞ്ഞു. അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. ഇനി മുടി ഒന്ന് ഈരി കെട്ടണം. മുടി ഈരി കെട്ടിയിട്ടില്ല, ഒന്ന് ഈരട്ടെ. ഇന്ന് ഏട്ടൻ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തു പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് പോകണ കാരണം ചൂലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടി പുറത്ത് പോകാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ വരുമ്പോഴേക്ക് റെഡി ആവണം. അപ്പോൾ മുടി ഒന്ന് ഈരട്ടെ. അവിടെ റോട്ടിൽ ഒരു പട്ട കിടക്കുന്നുണ്ട്. അപ്പം അത് ഒന്ന് മാറ്റിയിടണം. ഏട്ടൻ്റെ വണ്ടി വരുമ്പോൾ ഇനി ബുദ്ധിമുട്ട് വരണ്ടല്ലോ. കണ്ടോ, അവിടെയാണ് പട്ട കിടക്കുന്നത്. പട്ട മാറ്റിയിടാം. ഇപ്പുറത്തേക്ക് എടുത്തിടാം. ഈ പറമ്പിൽ ആദ്യം തേക്കൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഫുള്ള് ഈ നമ്മുടെ റോട്ടിലായിരുന്നു കിടക്കണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ അടിക്കണം, എല്ലാം നമ്മൾ അടിക്കണം, കത്തിക്കണം, ഇങ്ങനെ ഭയങ്കര പണി. അപ്പോൾ തേക്കും പ്ലാവൊക്കെ അവർ മുറിച്ച് കളഞ്ഞപ്പോഴാണ് കരടുകളില്ലാണ്. ഇപ്പോൾ പട്ടകളൊക്കെ ഇഷ്ടംപോലെ വീഴുന്നുണ്ട്. പിന്നെ പട്ട മുളയുടെ കാരണം എന്നൊന്നും അടിക്കൊന്നുമില്ല. പണ്ടൊക്കെ നമുക്ക് അടിക്കാനൊക്കെ ഇഷ്ടമായി, നമുക്ക് സുഖമായിട്ട് അടിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്കതൊക്കെ അടിക്കാൻ നമുക്ക് താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അടിച്ചു വാരൊന്നുമില്ല എപ്പോഴും റോട്ടിൽ. വീട്ടിൽ കരടും അടിച്ചു വാരി കഴിഞ്ഞാൽ ഉപ്പാട് ഇളക്കി പോവും. അങ്ങനെ വഴിയൊരിക്കലും മേക്കപ്പ് ചെയ്യലൊക്കെ കഴിഞ്ഞെങ്കിലും എന്നെ ഇങ്ങോട്ടും കൊണ്ടുപോയില്ല കേട്ടോ. അത് പിറ്റേ ദിവസം രാവിലെ വ്യാഴാഴ്ച അമ്പലത്തിലേക്ക് പോയിട്ട് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ദോശമാവിന് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്ത് ദോശ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു കറി ഉണ്ടാക്കണത് കടലക്കറിയാണ്. വെള്ളക്കടല കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള അങ്ങ് നല്ല രീതിയിൽ അങ്ങ് തൊലി അങ്ങ് കളഞ്ഞങ്ങ് വെക്കാം എന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ ഈ തൊലി കളയുക, സവാളയുടെ തൊലി കളയുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു കലാപരമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ്. കണ്ണിൽ നിന്ന് വെള്ളം വരുത്തണം, പിന്നെ അതുപോലെ നമുക്ക് അരിയണം. ഇതൊക്കെ നമുക്ക് ഒരു ഭയങ്കര കലാപരമായിട്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. പലതരം ഭാവവ്യത്യാസങ്ങൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ വീതിയും. അപ്പം ഞാൻ വെച്ച് കുക്കറിലാണ് വേവിക്കാൻ പോണത്. സവാളയൊക്കെ വഴറ്റിയെടുത്ത് നിൽക്കാനായിട്ട് വയ്യ. അമ്പലത്തിലൊക്കെ പോയി വന്ന ഒരു ചെറിയൊരു ക്ഷീണുണ്ടെന്ന്. അപ്പം ഞാൻ ഒരു കുക്കർ അടപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തൊട്ടപ്പുറത്ത് അടപ്പത്ത് ഇരിക്കുന്നത് ചായയാണ് കേട്ടോ. പനങ്കൽക്കണ്ടവും ഇഞ്ചിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നല്ലൊരു ചായ. അങ്ങനെ തപ്പി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മസാലപാത്രമാണ്. കുറച്ച് പെരിഞ്ചീരകം ഇട്ടു. അതിനുശേഷം ഒരു പൂവിട്ടു, നമ്മളുടെ ഒരു കത്തോലം. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു കുറച്ച് പട്ട ഇട്ടും. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒരു സ്മെല്ലും വാസനയൊക്കെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കറിക്ക് ഒരു സ്മെല്ലും വാസനയൊക്കെ വരുമ്പോൾ തന്നെ നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിയില്ല ഇവിടെ ചോറും കൂട്ടാനൊക്കെ വെക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു വാസന അങ്ങോട്ട് വന്നോട്ടേന്ന് അങ്ങോട്ട് കരുതി. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് മൂത്ത് പിടിച്ച് ഇങ്ങനെ മൂത്തങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സവാളയും വെളുത്തുള്ളിയും പിന്നെ നമ്മൾ ഇഞ്ചിയും അതും കൂടി അങ്ങ് അങ്ങ് കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് അത് ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിലാണ് വീണ്ടും തപ്പി ഇടുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഇട്ടൊന്ന് ഇളക്കി അങ്ങ് കൊടുക്കണം. എന്തിനും ഒരു ഇളക്കൽ നല്ലതാണ്. അപ്പോൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ചെല്ലും നമ്മൾ ഇപ്പോൾ പറയാം വല്ലാണ്ട് ഇളക്കണ്ട എന്നൊക്കെ തൃശ്ശൂരൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നീ വല്ലാതെ ഇളക്കണ്ട എന്നൊക്കെ. പക്ഷേ ഇത് ഇങ്ങനെ ഇളക്കി മറച്ചെടുക്കണം. എന്നാലാണ് ആ വെളിച്ചെണ്ണ എല്ലാവിടെയും ആവുള്ളൂ മസാല. പിന്നെ അതിന് ശേഷം കുറച്ച് തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി
ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, അതിന് ശേഷം മുളക് പൊടിയും ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ അങ്ങ് ഇളക്കി അങ്ങ് എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ മസാലയൊക്കെ വരിക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിങ്ങനെ നല്ലപോലെ വഴഞ്ഞു വന്നത്. വെള്ളം ഉണ്ടാവില്ല. ഇപ്പോൾ മുളക് പൊടികളൊക്കെ ചേർക്കുമ്പോൾ പിന്നെ തീ അങ്ങ് കൂട്ടി അങ്ങ് വെച്ചു. അങ്ങോട്ട് ഇത്തിരി ഇങ്ങോട്ട് പച്ചമണം അങ്ങോട്ട് വിടട്ടെ എന്നൊരു മനസ്സിലൊരു തോന്നൽ. അങ്ങനെ ഞാൻ കുറച്ച് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് എടുക്കാനാണ് അപ്പുറത്തേക്ക് പോയത്. വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു കപ്പ് ഫുള്ളില്ല, ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അങ്ങ് ഒഴിച്ച് അങ്ങ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വെള്ളത്തോട് കൂടി ഇരിക്കുമല്ലോ. എന്നിട്ട് കുക്കർ അങ്ങ് അടച്ചു കൊടുത്തിട്ട് 1 2 വിസിൽ അങ്ങോട്ട് വിടിയിക്കും. അങ്ങോട്ട് പൊക്കോട്ടെ വിസിൽ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോഴേക്കും ചായ തിളച്ചു, ജുഗു കണ്ട ചായയൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചായലപ്പൊടി എടുത്തിട്ടു കേട്ടോ. ഞങ്ങൾ RCMൻ്റെ ചായലപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. അടിപൊളി ചായലയാണ്. നല്ല കട്ടൻ ചായക്ക് നല്ല ചായയാണ് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഒരു വിസിലൊക്കെ കൊണ്ട് വരണം. ഒരു പരിവ് അങ്ങോട്ട് ആയിട്ടുണ്ട്. അങ്ങോട്ട് വിസിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തെളിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അത് ഇറക്കി വെച്ചപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ എന്താ സുഖം ഇരിക്കണേ. ഇതിപ്പോൾ കണ്ട മൊബൈൽ നോക്കി ഇങ്ങനെ റീൽസും കണ്ടിരിക്കുകയാണേ. അപ്പം ഞാനിവിടെ വന്ന് ഞാനൊന്ന് കിടന്ന് TV അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു കിടപ്പാണ് കേട്ടോ. ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. കാരണം അമ്പലത്തിലേക്ക് ഇന്ന് പോയപ്പോൾ തന്നെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല. ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലോ, നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞ ഒരു ക്ഷീണം, കൈക്കാല് കഴപ്പ്, സുഖമില്ലായ്മ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ക്ഷീണമൊക്കെ കാരണം കുറച്ച് നേരം അങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദോശ അങ്ങ് ചുട്ടെടുക്കാം എന്നങ്ങ് കരുതി. ദോശയൊക്കെ അങ്ങനെ എടുത്ത് വന്നപ്പം അടിപൊളി മുരിഞ്ഞ ദോശയെ, ഇങ്ങനത്തെ ദോശയാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ വീണ്ടും അമ്മായി ചുട്ടമ്മായി, അങ്ങനെ ദോശയൊക്കെ ഇങ്ങനെ ചുട്ടമ്മായി, അങ്ങനെ ദോശയൊക്കെ ഇങ്ങനെ ചുട ആ ദോശകളെ ഇങ്ങനെ ഒരുപാട് ചുട്ടങ്ങ് എടുത്തിട്ട് ഒരു പഴം പുഴുങ്ങിയതും വെച്ചു. കണ്ടില്ലേ, കടല ചേർത്തിട്ടാണ് കേട്ടോ വിസിലിട്ടത്. അങ്ങനെ അതും എടുത്തു, ദോശ ഇട്ടു. അങ്ങോട്ട് ചുമന്ന കളർ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തക്കാളി നന്നായി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ ചുമന്ന കളർ വരുന്നത്. അപ്പം തക്കാളിയും ആ കടലയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂട്ടി അങ്ങ് ഒരു പരവായി. അങ്ങനെ നേന്ത്രപ്പഴമൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കുക എന്നെ ഉണ്ണി. അങ്ങനെ ഉണ്ണി അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് കഴിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ചേട്ടൻ എന്താ അപ്പുറത്തേക്ക് അപ്പുറത്താണ് ഇരിക്കുന്നത്. കണ്ടില്ല ചേട്ടൻ്റെ പ്ലേറ്റൊക്കെ ഇരിക്കുന്നത്. ചേട്ടൻ എത്തിയിട്ടില്ല. എനിക്ക് വല്ലാത്തൊരു വിശപ്പ്. അപ്പോൾ അവിടെ ഇരുന്ന് അങ്ങോട്ട് കഴിക്കാം. നമ്മുടെ വിശപ്പിനെ നമ്മൾ തന്നെ കഴിക്കണ്ടേ. അപ്പോൾ മറ്റുള്ളവർ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ തന്നെ കഴിക്കണം. അപ്പോൾ കുറച്ച് TVയും കണ്ട് വയലിങ്ങനെ വെള്ളം വരെ തീറ്റയുടെ കാര്യം പറയുമ്പോൾ അല്ലാണ്ട് ഒരു തീറ്റയും കൊതിയൊക്കെ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ അതങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് കഴിക്കാന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഓരോന്നിങ്ങനെ ഉള്ളിപ്പറക്കി പറയുന്നത് വാർത്ത കേട്ട് മോത്തി ഉണ്ടെങ്കിലേ സുഖമുള്ളൂ മാതൃഭൂമി ചാനൽ. അപ്പോൾ അങ്ങനെ അജിന്ത്യ പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ.